നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് ആയിരുന്നു നോക്കി, അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സസിൻ്റെ അകത്ത് റെഡോക്സ് റിയാക്ഷൻസ് ആയിരുന്നു നോക്കി. അതിന് രണ്ട് മെക്കാനിസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദ വൺ ഈസ് ഔട്ടർ സ്പിയർ മെക്കാനിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇന്നർ സ്പിയർ മെക്കാനിസം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ടർ സ്പിയർ മെക്കാനിസം ആയിരുന്നു നോക്കിയേ. ഔട്ടർ സ്പിയർ മെക്കാനിസത്തിൻ്റെ അകത്ത് പ്രിക്കസർ കോംപ്ലക്സ് ഫോം ചെയ്യണം ആദ്യമേ. ഇപ്പൊ പ്രിക്കസർ കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി ഈ റെഡക്റ്റന്റിന്റെയും ഓക്സിഡന്റിന്റെയും ഓർബിറ്റൽസിന്റെ എനർജി ഏകദേശം ഒരേപോലെ വരണം, അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ ബിറ്റ്വീൻ. നമ്മൾ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ആൻ ഇൻ ബിറ്റ്വീൻ ബോണ്ട് ലെങ്ത്. അതിനുശേഷം മാത്രമേ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അവരുടെ ഓർബിറ്റൽസിന്റെ അകത്ത് നടക്കത്തുള്ളെന്നും പറഞ്ഞു. അതുമല്ല, ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓക്സിഡന്റും റെഡക്റ്റന്റും ദേ മസ്റ്റ് ബി ഓഫ് ദ സെയിം സ്പിൻ സ്റ്റേറ്റ്, അതർവൈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി സ്ലോ. അപ്പൊ ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തിയറി കണ്ടായിരുന്നു, മാർക്കസ് തിയറി. മാർക്കസ് തിയറി ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രോസ് റിയാക്ഷൻസിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. Today we will study the second mechanism for redox reaction for the electron transfer reaction, that is the inner sphere mechanism. The inner sphere mechanism എന്ന് പറയുന്നത് when compared to outer sphere mechanism, it is much more complicated than outer sphere mechanism. കാരണം inner sphereന്റെ അകത്ത് the bonds are broken and formed. In the case of outer sphere mechanism, no bond formation or bond breakage will take place. So when compared to outer sphere mechanism, inner sphere mechanism will be much more complicated, because in addition to electron transfer, the bonds are broken and formed. And here the electron transfer will take place via a bridging ligand. അപ്പൊ ഒരു ബ്രിഡ്ജിങ് ലിഗാൻഡ് ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്രിഡ്ജിങ് ലിഗാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്, അതായത് ഒരു മെറ്റലിൽ നിന്നും അടുത്ത മെറ്റലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ബ്രിഡ്ജിങ് ലിഗാൻഡ് വഴിയായിരിക്കും. So here there will be a ligand that bridges the two metals which are involved in the electron transfer. Here at least one of the complexes need to be labile to allow the bridge to form. Labile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതായിരിക്കണം in order to form the bridge between the two metal centers. The reductant and the oxidant share a ligand in the precursor and the successor complex. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു പ്രിക്കസർ കോംപ്ലക്സ് ഉണ്ടാകും, ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സക്സസർ കോംപ്ലക്സ് ഉണ്ടാകും. ആ സക്സസർ കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നത്. So here the reductant and the oxidant will share a ligand in the precursor and the successor complex. ആ ലിഗാൻഡിനാണ് നമ്മൾ ബ്രിഡ്ജിങ് ലിഗാൻഡ് എന്ന് പറഞ്ഞത്. On activation, the electron is transferred between the metal. The ligand may transfer between the complexes. ഇപ്പൊ നമ്മൾ അവിടെ ഔട്ടർ സ്പിയറിൻ്റെ അകത്ത് കണ്ടായിരുന്നു, കോംപ്ലക്സസിനെ ആക്ടിവേറ്റഡ് ആക്കണം, അതായത് സോൾവെന്റ് റീഓർഗനൈസേഷൻ വഴി എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് ഇന്റർമീഡിയറ്റ് ആയി സോൾവെന്റ് റീഓർഗനൈസേഷൻ വഴി അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നതിന് ശേഷം അവിടെ ആ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്ത ലിഗാൻഡില് ഇറ്റ് മേ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കോംപ്ലക്സ്. ഈ വാക്ക് ഓർത്തോണം, മേ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ദാറ്റ് ദ ലിഗാൻഡ് വിൽ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കോംപ്ലക്സ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ അവിടെ ആ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ടിരുന്ന ലിഗാൻഡ് റിയാക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അത് രണ്ടാമത്തെ മെറ്റൽ സെന്ററിന്റെ കൂടെ ആയിരിക്കും.
ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു റെഡോക്സ് റിയാക്ഷന്റെ മെക്കാനിസം നോക്കുവാണെങ്കിൽ, ഇതില് ആദ്യത്തേന്ന് പറഞ്ഞു കഴിയുമ്പോ ഇപ്പൊ ക്ലോറിൻ ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം Cr Cl H2O 5 ടൈംസ് നമ്മൾ കൊബാൾട്ട് എടുത്തെന്ന് കരുതുക, NH3 6 ടൈംസ്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ക്ലോറിൻ ആയിരിക്കും അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ സ്ട്രക്ചറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാണണം. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദേ ക്യാൻ ആക്ട് ആസ് എ ബ്രിഡ്ജിങ് ലിഗാൻഡ്. അപ്പൊ ഇതില് റിയാക്ഷന് തൊട്ട് മുന്നേ ക്ലോറിൻ ക്രോമിയത്തിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ആഫ്റ്റർ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ക്രോമിൻ വിൽ ബി അറ്റാച്ച് ടു കൊബാൾട്ട്. അങ്ങനെ ഒരു നിർബന്ധം വേണമെന്ന് പറയുന്നില്ല. ക്ലോറിൻ ഓർ ദ ബ്രിഡ്ജിങ് ലിഗാൻഡ് മേ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കോംപ്ലക്സ്. ആ വാക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല, എല്ലാ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്തും റിയാക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ബ്രിഡ്ജിങ് ലിഗാൻഡ് അടുത്ത മെറ്റൽ കോംപ്ലക്സുമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്നില്ല. The formation of the bridging complex can be the rate determining step. So how can we distinguish if the electron transfer is outer or inner sphere? ഇപ്പൊ ഒരു മെക്കാനിസം തന്നിട്ട് അത് ഔട്ടർ സ്പിയർ ആണോ ഇന്നർ സ്പിയർ ആണോ എന്ന് നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും? Is there a vacant coordination site in the metal center? Is there a substitutionally labile reactant? ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ മെറ്റൽ കോംപ്ലക്സ് മസ്റ്റ് ബി ലബൈൽ എന്ന് പറഞ്ഞായിരുന്നു. ഹാസ് ദ ലിഗാൻഡ് ട്രാൻസ്ഫർ occurred? Are there large differences in rate on addition or substitution of potentially bridging ligand? അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്കൊരു മെക്കാനിസം ഇന്നർ സ്പിയർ ആണോ ഔട്ടർ സ്പിയർ മെക്കാനിസം ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്നർ സ്പിയർ മെക്കാനിസത്തിന് ഒരു എക്സാമ്പിൾ ആണ് തോബെ മെക്കാനിസം എന്ന് പറയും. തോബെ ഇസ് ദ പേഴ്സൺ ഹു discovered this reaction, which is an example for an inner sphere mechanism. തോബെ മെക്കാനിസത്തിന്റെ അകത്ത് നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് it is CO NH3 5 times Cl2 plus and Cr H2O 6 times 2 plus. തോബെ മെക്കാനിസത്തിന്റെ അകത്ത് കോംപ്ലക്സസ് ഇത് തന്നെയാണ്, നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. So the reaction involves the reduction of cobalt. Cobalt ഇതിന്റെ അകത്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും ക്രോമിയം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ്. സോ തോബെ മെക്കാനിസം എന്ന് പറയുമ്പം ഇറ്റ് ഇൻവോൾവ്സ് the reduction of cobalt 3 in CO NH3 5 times Cl2 plus by chromium 2. അപ്പൊ chromium 2 എന്ത് പറ്റും? അതിന് ഓക്സിഡേഷൻ സംഭവിക്കും. By chromium 2 in Cr H2O 6 times 2 plus. Here the chlorine atom attached to inert cobalt 3 can displace a water molecule from the labile chromium 2. അപ്പൊ ഇവിടെ ഇനേർട്ട് ആരാ ലബൈൽ ആരാ? ക്രോമിയം 2 ആണ് ഇനേർട്ട് എന്ന് പറയുന്നത്, ലബൈൽ എന്ന് പറയുന്നത് കൊബാൾട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ക്ലോറിൻ ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ ക്ലോറിൻ ആറ്റം അറ്റാച്ച് ടു ഇനേർട്ട്, ഇതാണ് ഇനേർട്ട് കോംപ്ലക്സ്. ഇതില് ക്രോമിയം 2 ആണ് ലബൈൽ. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ റിയാക്ടന്റ് മസ്റ്റ് ബി ലബൈൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ലോറിൻ ഇവിടെ ശരിക്കും എന്താ ചെയ്യുന്നത്? ഈ രണ്ട് മെറ്റൽ സെന്റേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുവാണ് ഈ ബ്രിഡ്ജിങ് ലിഗാൻഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ ബൈന്യൂക്ലിയർ, അതായത് രണ്ട് മെറ്റൽ സെന്റേഴ്സ് വന്നിട്ടില്ലേ, കൊബാൾട്ടും ക്രോമിയം, ബൈന്യൂക്ലിയർ കോംപ്ലക്സ് ബ്രിഡ്ജ്ഡ് ത്രൂ എ ലിഗാൻഡ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറിൻ ക്രോമിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡിസ്പ്ലേസ്, ഇത് കണ്ട് ഇവിടെ 5 ടൈംസ് ആയി, ഇറ്റ് വിൽ ഡിസ്പ്ലേസ്
എ വാട്ടർ മോളിക്യൂൾ ഫ്രം ദ ലബൈൽ ക്രോമിയം 2. അപ്പൊ ഇതിന്റെ അകത്ത് ക്രോമിയം 2 ലബൈൽ ആയതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് നിന്ന് ഒരു വാട്ടർ മോളിക്യൂള് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ദ ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റ്. The redox reaction will now take place within this binuclear complex with the formation of ആർക്കാണ് reduction സംഭവിക്കുന്നത്? With the formation of reduced cobalt 2. cobalt 2 ആയില്ലേ? cobalt 2 ആയില്ലേ? ഇവിടെ cobalt 3 ആണ്. With the formation of reduced cobalt 2 and oxidized chromium 3. ഇവിടെ ക്രോമിയം ഏതായിരുന്നു? ക്രോമിയം 2 ആണ്. So after the formation of the bridged intermediate in inner sphere mechanism, this is followed by electron transfer. In the case of Tobey mechanism, the electron transfer is accompanied by the formation of reduced cobalt 3 and oxidized chromium 3. മനസ്സിലായില്ലേ? അത്രേ അവിടെ സംഭവിക്കുന്നുള്ളൂ. സ്ട്രക്ചറിനൊന്നും വ്യത്യാസം അവിടെ വരുന്നില്ല. റിഡക്ഷനും ഓക്സിഡേഷനും സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദ ലാറ്റർ സ്പീഷീസ് ഫോംസ് ഇനേർട്ട് ക്ലോറോ അക്വ കോംപ്ലക്സ് ബട്ട് കൊബാൾട്ട് 2. ഇപ്പം റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം തുടങ്ങിയപ്പോൾ ഇനേർട്ട് ആയിട്ടിരുന്ന ആരാണോ അയാള് ലബായിലാകും. ലബായിലായിട്ടിരുന്ന ആരാണോ അയാള് ഇനേർട്ടും ആകും. അപ്പൊ ഇതിനു ശേഷം കൊബാൾട്ട് 2, അതായത് ഇത് കൊബാൾട്ട് 2 വിൽ ബിക്കം ലബായിൽ. ഇതാണ് റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലബായിൽ കോംപ്ലക്സും ക്രോമിയം 3 ഇനേർട്ടും ആകും. So cobalt 2 complex is so labile that it get hydrolyzed immediately to form the aqua complex. അപ്പൊ അടുത്ത സ്റ്റെപ്പില് ബ്രിഡ്ജ്ഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യും. ഇതുണ്ടോ? റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ക്ലോറിൻ ക്രോമിയത്തിന്റെ കൂടെ വന്നു. തുടങ്ങിയപ്പോൾ ആരുടെ കൂടെ ആയിരുന്നു? കൊബാൾട്ടിന്റെ കൂടെ. അപ്പം റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് ഓർക്കുക. യു വിൽ ഗെറ്റ് NH3 5 times CO. ഒരു കോർഡിനേഷൻ സ്പിയർ വേക്കന്റ് ആണ്. അവിടെയോട്ട് വാട്ടർ മോളിക്യൂള് അറ്റാച്ച് ചെയ്യും. ആൻഡ് CrCl H2O 5 times. ഈ കൊബാൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ലബൈൽ ദാറ്റ് ഇറ്റ് ഗെറ്റ് ഹൈഡ്രലൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി ടു ഫോം CO H2O 6 times 2+. അതായത് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് അതിലെ എല്ലാ അമോണിയ മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്ത് എല്ലാം വാട്ടർ മോളിക്യൂൾ ആയിട്ട് വരും. സോ ദിസ് ഈസ് തോബെ മെക്കാനിസം ഫോർ ഇന്നർ സ്പിയർ മെക്കാനിസം. തോബെ മെക്കാനിസം ആണ് ഇന്നർ സ്പിയർ മെക്കാനിസത്തിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ദ ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റ്, അല്ലെങ്കിൽ നമുക്ക് പ്രിക്കസർ കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റിന്റെ ഫോർമേഷൻ കഴിഞ്ഞ് കഴിയുമ്പം ഇലക്ട്രോൺ ട്രാൻസ്ഫർ വിൽ ടേക്ക് പ്ലേസ് അല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ് കഴിയുമ്പം the dissociation of the bridged intermediate to form the product. ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തായിരുന്നു? തുടക്കത്തിൽ ലബായിലായിട്ടിരുന്നയാള് പ്രോഡക്റ്റ് വരുമ്പം ഇനേർട്ട് ആകും. തുടക്കത്തിൽ ഇനേർട്ട് ആയിട്ടിരുന്ന ആരാണോ പ്രോഡക്റ്റ് വരുമ്പം അയാൾ ലബായിലും ആകും. തോബെ മെക്കാനിസത്തിന്റെ അകത്ത് അവസാനം ലബായിലാകുന്നത് കൊബാൾട്ട് ആണ്. സോ ഇറ്റ് ഈസ് സോ ലബായിൽ ദാറ്റ് it will get immediately hydrolyzed to form CO H2O 6 times 2+. മനസ്സിലായി? ഇതാണ് തോബെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത്
അപ്പൊ ഇതിന്റെ അകത്ത് ഇന്നർ സ്പിയർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ദ ബ്രിഡ്ജിങ് ഇന്റർമീഡിയറ്റ് ലിഗാൻഡ്. ബ്രിഡ്ജിങ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണക്ട്സ് ബിറ്റ്വീൻ ദ ടു മെറ്റൽ സെന്റേഴ്സ്. ഹൈലി സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. ഈ കേസിൽ ഇതാണ് നമ്മുടെ ബ്രിഡ്ജിങ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ അകത്ത് ആറിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ദ റിയാക്ഷൻ റേറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിക്രീസിങ്. സോ ഇൻക്രീസിങ് ദ ബൾക്ക് ഓഫ് ആർ വിൽ സ്ലോ ഡൗൺ ദ ബൈൻഡിങ് ഓഫ് ക്രോമിയം 2+ ടു ദ ബ്രിഡ്ജ്. ഇതാണ് രണ്ട് മെറ്റൽ സെന്റേഴ്സ്, കൊബാൾട്ടും ക്രോമിയം. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് ബൾക്കിനെസ് കൂടുന്നതിനനുസരിച്ച് ഈ ക്രോമിയം ഈ ബ്രിഡ്ജുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന് അവിടെ സ്ലോ ആയി പോകും. സോ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ഓൾസോ ഡിക്രീസ്. അപ്പൊ ഈ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് വഴിയാണ്. സോ വെൻ വി കണ്ടക്ട് ദ റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ക്ലോറിൻ, അതായത് ഇങ്ങനെ ഒരു ബ്രിഡ്ജിങ് ഇന്റർമീഡിയറ്റ് വഴിയാണ് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് വഴി നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുമ്പം ഇൻ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ക്ലോറിൻ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ ആണ് നമ്മുടെ ബ്രിഡ്ജിങ് ലിഗാൻഡ്. അപ്പൊ അവിടെ ആ ക്ലോറിൻ നമുക്ക് സൊല്യൂഷനിൽ നിന്നൊന്നും വന്നതല്ല. നമ്മൾ അവിടെ റിയാക്ഷൻ നമ്മൾ എടുത്ത മെറ്റൽ കോംപ്ലക്സിൽ തന്നെയാണ് ട്രാൻസ്ഫർ നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് വഴി ചെയ്യുന്നത്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ക്ലോറിൻ ഇൻ സൊല്യൂഷൻ, no radioactivity is incorporated in the product chromium complex. മനസ്സിലായോ? അതായത് ഈ നമ്മുടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയ ക്ലോറിനെ ലേബല് ചെയ്യത്തില്ല. പകരം സൊല്യൂഷനിൽ കുറെ റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ക്ലോറിനെ ഇടും. അപ്പൊ ആഫ്റ്റർ ദ റിയാക്ഷൻ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് none of the radioactivity is incorporated into the final product. അതിന്റെ അർത്ഥം സൊല്യൂഷനിൽ നിന്നൊന്നുമല്ല ക്ലോറിൻ അവിടെ പ്രോഡക്റ്റിലേക്ക് വരുന്നത്, കോംപ്ലക്സിൽ തന്നെയുള്ള ലിഗാൻഡ് ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്തത്. സോ ദിസ് ഈസ് ദ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ഇന്നർ സ്പിയർ മെക്കാനിസം. ഇതാണ് അതിൻ്റെ അകത്ത് ഈ ക്ലോറിൻ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കിന് രണ്ടാമത്തെ മെറ്റൽ സെന്ററുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഒരാൾ ഇനേർട്ടുമാണ്, ലബായിലുമാണ്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഇനേർട്ടായിട്ടിരുന്ന ആള് ലബായിലായി, ലബായിലായിട്ടിരുന്ന ആള് ഇനേർട്ടുമായി. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് ഈ ക്ലോറിൻ, അതായത് ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ക്ലോറിൻ സൊല്യൂഷനിൽ നിന്നല്ല മെറ്റൽ കോംപ്ലക്സിൽ തന്നെയുള്ള ലിഗാൻസ് ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന് പ്രൂഫ് ആക്കാൻ വേണ്ടി ഇറ്റ് വാസ് സ്റ്റഡീഡ് യൂസിങ് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ക്ലോറിനാറ്റ്. കണ്ടോ? അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ബ്രിഡ്ജിങ് ലിഗാൻഡിന് ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബ്രിഡ്ജിങ് ലിഗാൻഡിന് അവിടെ ഇലക്ട്രോൺ അല്ലെങ്കിൽ രണ്ട് മെറ്റൽ സെന്ററിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എടുത്ത കോംപ്ലക്സ് ഏതാ? CO NH3 5 ടൈംസ് Cl. ഇതാണ് നമ്മൾ എടുത്ത ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ, NH3 5 ടൈംസ് Cl 2+. ഇതേ കോംപ്ലക്സിന്റെ തന്നെ ഇപ്പൊ നമ്മൾ CO NH3 6 ടൈംസ് 3+ എടുക്കുക എന്ന് കരുതുക. ഇവരുടെ രണ്ടുപേരുടെയും ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദിസ് കോംപ്ലക്സ് വിൽ റിയാക്ട് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ദിസ് വൺ. ഇവിടെ അമോണിയയിലെ നൈട്രജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കൊബാൾട്ടുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അതിന് എക്സസ് ആയിട്ട് വേറൊരു മെറ്റൽ സെന്ററിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺ പെയർ അതിന്റെ സ്ട്രക്ചറിൽ ഇല്ല.
അതേസമയം ക്ലോറിന് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്തതിന് ശേഷം അതിന്റെ സ്ട്രക്ചറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബ്രിഡ്ജിങ് ലിഗാൻഡ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പാരിസൺ വഴി നമ്മളോട് ചോദിക്കുവാണെങ്കിൽ വൈ CO(NH3) 6 times 3+ undergo inner sphere mechanism at a slower rate than CO(NH3) 5 times Cl2+. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ക്ലോറിൻ have here the bound ammonia ligand has no non-bonding electron pair to donate to the second metal atom. So the reduction of hexaamine complex cannot proceed by inner sphere mechanism. So if the ligands are not available which can bridge between two metal atoms, inner sphere mechanism is always റൂൾഡ് ഔട്ട്. അപ്പൊ ഇന്നർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി എ ബ്രിഡ്ജിങ് ലിഗാൻഡ്. അങ്ങനെ ഒരു ബ്രിഡ്ജിങ് ലിഗാൻഡ് ഇല്ലെങ്കിൽ ഇന്നർ സ്പിയർ മെക്കാനിസം ഈസ് റൂൾഡ് ഔട്ട്. വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് റിക്വയർഡ് ദാറ്റ് ദ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ആൻ ഇന്നർ സ്പിയർ മെക്കാനിസം. ആദ്യമേ ഞാൻ പറഞ്ഞു എപ്പോഴും ബ്രിഡ്ജിങ് ലിഗാൻഡ് ട്രാൻസ്ഫർ ആകണമെന്നില്ല. ബ്രിഡ്ജിങ് ലിഗാൻഡ് ട്രാൻസ്ഫർ ആകണമെങ്കിൽ അതിന് അവിടെ സ്റ്റെബിലിറ്റി ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇഫ് ദ ബ്രിഡ്ജിങ് ലിഗാൻഡ് സ്റ്റെബിലൈസ്ഡ് ഇറ്റ്സ് ഒറിജിനൽ കോംപ്ലക്സ്, അതായത് ആദ്യമേ ആരുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മെറ്റൽ സെന്ററിൽ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഇരിക്കുമ്പം മോർ സ്റ്റേബിൾ ആണെങ്കിൽ റിയാക്ഷന് ശേഷവും അത് ആ മെറ്റൽ സെന്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പം അടുത്ത മെറ്റൽ സെന്ററിലേക്ക് പോകുമ്പം ആ മെറ്റലിനെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലിഗാൻഡ് ട്രാൻസ്ഫർ അവിടെ നടക്കും. ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ല, ബ്രിഡ്ജിങ് ലിഗാൻഡ് ട്രാൻസ്ഫർ അവിടെ നടക്കത്തില്ല. സോ ഇഫ് ദ ബ്രിഡ്ജിങ് ലിഗാൻഡ് സ്റ്റെബിലൈസ്ഡ് ഇറ്റ്സ് ഒറിജിനൽ കോംപ്ലക്സ് more than the newly formed complex, it will remain with the original complex even after the electron transfer. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇറിഡിയം Cl6 2- ക്രോമിയം H2O 6 times 2+. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ക്ലോറിൻ ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. രണ്ട് മെറ്റൽ സെന്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്തു. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു, കണ്ടോ, ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ചേഞ്ച് വന്നു. പക്ഷെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞു, ആ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഇറിഡിയത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ക്ലോറിൻ ക്രോമിയത്തിലേക്ക് വന്ന് Cl Cr H2O 5 times ആയിട്ട് നിൽക്കുമ്പം അവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പം ആ ഒരു കോംപ്ലക്സ് അവിടെ സ്റ്റേബിൾ അല്ല. So the transfer is determined by the bond strength iridium Cl plus iridium OH2 versus chromium chloride plus chromium OH2. മനസ്സിലായോ? കാരണം ഈ ബോണ്ട് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നത്. ഇത് റിയാക്ടന്റിന്റെ അകത്തുള്ള ബോണ്ടും റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം പ്രോഡക്റ്റില് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ബോണ്ടിന് എന്തെങ്കിലും ഡീസ്റ്റെബിലൈസിങ് ഫാക്ടർ ഉണ്ടെങ്കിൽ ക്ലോറിൻ അവിടെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഇപ്പം വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം FeCN6 3- plus CO CN5 3-. ഇത് ഇന്നർ സ്പിയർ മെക്കാനിസം നടക്കും. നടന്നു കഴിഞ്ഞ് കഴിയുമ്പം യു വിൽ ഗെറ്റ് FeCN6 4- ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കും. CO CN5 2-. കാരണം ഇവിടെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CN ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബ്രിഡ്ജ് ഇങ്ങനെയാണ്
നമ്മുടെ ഇന്റർമീഡിയറ്റിന്റെ, അതായത് ബ്രിഡ്ജ്ഡ് ഇന്റർമീഡിയറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. CN5 Fe CN, ഇതാണ് കൊബാൾട്ടിലേക്ക് ബൈൻഡ് ചെയ്യുന്നത്. കൊബാൾട്ട് CN5. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കിക്കേ, റിയാക്ഷന് തൊട്ടു മുന്നേ കാർബൺ bound cyano group stabilizes Fe2 plus configuration of FeCN6 or minus. ഇവിടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? ഇവിടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ ആണ്. അപ്പൊ ഈ Fe2+ന്റെ അകത്ത് അയൺ കാർബണുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ദ കാർബൺ ബൗണ്ട് സയനോ ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് ദ D6 കോൺഫിഗറേഷൻ ഓഫ് Fe2+ മോർ ദാൻ. ഇപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ് കഴിയുമ്പം അതെങ്ങനെയാ വരുന്നേ? ഇപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് ബ്രിഡ്ജിങ് ലിഗാൻഡും ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതാ. അപ്പൊ ഇവിടെ കൊബാൾട്ടുമായിട്ട് ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത് ആരാ? നൈട്രജൻ ആണ് അല്ലെ. CN എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇത് സയനൈഡും ഐസോസയനൈഡുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരണം പ്രോഡക്റ്റില്. അപ്പൊ നൈട്രജനിലേക്ക് നൈട്രജൻ ബൗണ്ട് സയനോ ഗ്രൂപ്പ് will not stabilize the D6 configuration of cobalt 3+. ഇവിടെ cobalt 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഈ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് ഇവിടെയും cobalt D6 കോൺഫിഗറേഷൻ ആണ്, ഇവിടെ അയണും D6 കോൺഫിഗറേഷൻ ആണ്. അയണും D6 കോൺഫിഗറേഷൻ ആണ്. പക്ഷെ കാർബണുമായിട്ട് ബൗണ്ട് ചെയ്ത് Fe2+ നിൽക്കുന്ന അത്രയും സ്റ്റെബിലിറ്റി നൈട്രജനുമായിട്ട് ബൗണ്ട് ചെയ്ത് കൊബാൾട്ട് 3+ D6 കോൺഫിഗറേഷനിൽ നിൽക്കുന്നതിന് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കേസ് വരുമ്പം അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അവിടെ നടക്കത്തില്ല. That is why it is not necessary that the electron or the bridging ligand will transfer after the electron transfer reaction. അപ്പൊ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. അതിന്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു ഇലക്ട്രോൺ ബ്രിഡ്ജിങ് ലിഗാൻഡ് ട്രാൻസ്ഫർ അവിടെ നടക്കത്തുള്ളൂ. ഫൈനൽ കോംപ്ലക്സിന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി സ്റ്റെബിലിറ്റി കുറയുവാണെങ്കിൽ ആ ബ്രിഡ്ജിങ് കോംപ്ലക്സ് അവിടെ സ്റ്റേബിൾ ആകത്തില്ല. കാരണം എന്നാന്നറിയാം, ഇവിടെ സ്റ്റെബിലിറ്റി കുറവാന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HSAB പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ബേസ്. അപ്പൊ ആ ഹാർഡ് ബേസ് കൊബാൾട്ട് 3+ആയിട്ട് ബൗണ്ട് ചെയ്യുമ്പം അവിടെ ഒരു ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണ് വരുന്നത്. ഇത് സോഫ്റ്റ് ആണ്. അതേസമയം കാർബൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഫ്റ്റ് ബേസ്. അപ്പൊ അത് ഈ കാർബൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ബേസ്. അപ്പൊ അത് Fe2+ആയിട്ട് Fe2+ഉം സോഫ്റ്റ് ആണ്, അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അത് വെച്ചിട്ടാണ് ശരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഇത് ഞാൻ പറയാം. അപ്പൊ ഇന്ന് ഇന്നർ സ്പിയർ മെക്കാനിസം ആണ് നോക്കിയത്. അതിന്റെ സ്റ്റെപ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇന്നർ സ്പിയർ മെക്കാനിസം ടു ടേക്ക് പ്ലേസ്. Compared to outer sphere mechanism, it is more complicated since bonds are formed and broken. Tobey mechanism, you must study the mechanism for Tobey mechanism, which is an example for inner sphere mechanism. പിന്നെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല, അതിന്റെ റീസണും എന്താണ് കേട്ടോ. ബ്രിഡ്ജിങ് ലിഗാൻഡിൽ പിന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. Okay, thank you.